ടു പ്രോഫിറ്റ് വൺ ഇ ആർ പി. പ്രോഫിറ്റ് വൺ ഇ ആർ പിയിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി പ്രൊഡക്റ്റ് രജിസ്ട്രേഷൻ എടുക്കുക. ഈ വിൻഡോയിൽ ആദ്യം പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് നെയിം കൊടുത്തു. അതിനുശേഷം അടുത്തതായി ഐറ്റം കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ബ്രാൻഡ് കോഡ് എന്നാൽ EAN കോഡാണ്. അതല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ വരുന്ന ബാർകോഡ്. അത് മൾട്ടിപ്പിൾ ആയിട്ട് EAN കോഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൾട്ടിപ്പിൾ ആയിട്ട് EAN കോഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത് വരുന്നത് HSN കോഡാണ്. HSN കോഡ് നിലവിൽ ക്രിയേറ്റ് ചെയ്ത HSN കോഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നതാണ് പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നിലവിൽ ഡിഫാൾട്ടായിട്ട് സ്റ്റോക്ക് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതിൽ എക്സ്പെൻസ്, ഇൻകം, ബിൽ ഐറ്റം ഇങ്ങനെ 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. ബിൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റോക്ക് ഇല്ലാതെ ബില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇൻകം, എക്സ്പെൻസ് ഇത് സാധാരണയായിട്ട് വരുന്നത് നമുക്ക് സാധാരണ ബില്ലിൽ വരുന്ന കൊറിയർ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, പാർസൽ ചാർജ് തുടങ്ങിയ അല്ലെങ്കിൽ സർവീസ് ചാർജ് എന്നീ ഐറ്റംസ് ബില്ല് ചെയ്യാനായിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് ഐറ്റം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ അതർ ഡീറ്റെയിൽസിൽ അക്കൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഏത് അക്കൗണ്ടിൽ അഗെയിൻസ്റ്റ് ആണോ എമൗണ്ട് പോകേണ്ടത് ആ അക്കൗണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് IMEI എന്നാൽ സീരിയൽ നമ്പർ വരുന്ന ഐറ്റംസിന് നമുക്ക് IMEI ടിക്കറ്റ് കൊടുക്കാവുന്നതാണ്. ഇത് പർച്ചേസിലും സെയിലിലും സീരിയൽ നമ്പർ സെലക്ഷൻ വരും. അടുത്തായിട്ട് PLU, നമുക്ക് വെയിങ് മെഷീനിലേക്ക് പോകേണ്ട ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ PLU ടിക്കറ്റ് കൊടുക്കാവുന്നതാണ്. അതിൽ PLU നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അടുത്തായിട്ട് ഏത് ഷെഡ്യൂളാണ്, ടാക്സ് ഷെഡ്യൂളാണ്. എല്ലാ ടാക്സ് ഷെഡ്യൂളും ഇവിടെ രജിസ്റ്റേർഡ് ആണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ 5% സെലക്ട് ചെയ്തെടുക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് 5% വന്നു. CGST, SGST വന്നു. ടാക്സബിൾ ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൊടുക്കാവുന്നതാണ്. അടുത്തതായി സെസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നതാണ് നമുക്ക് യൂണിറ്റ്. മൾട്ടിപ്പിൾ യൂണിറ്റ് നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂണിറ്റ് ക്രിയേഷൻ വിൻഡോ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത ബോക്സ് യൂണിറ്റ് എന്നാൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ ബോക്സ് ആയിട്ടുള്ള യൂണിറ്റ് അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള യൂണിറ്റ് ഏതാണോ വരുന്നത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനാണ്. ഇത് ഡിഫാൾട്ട് സെല്ലിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബോക്സ് ആണോ പീസാണോ സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് വരുന്നതാണ് സബ് ഗ്രൂപ്പ്. മെയിൻ ഗ്രൂപ്പിന് അണ്ടറിൽ ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിലവിൽ ക്രിയേറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മാനുഫാക്ചർ, MFR എന്ന് പറയുന്നത് മാനുഫാക്ചർ ആണ്. അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റിന് റാക്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റാക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഏത് കാറ്റഗറി, ജെൻഡർ കാറ്റഗറി സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മെയിൽ, ഫീമെയിൽ, യൂണിസെക്സ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് നെയിം, അതായത് നമുക്ക് മലയാളത്തിലോ അറബിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നമുക്ക് ഐറ്റത്തിൻ്റെ പേര് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇതിൽ ഈ തൊട്ടടുത്ത് കാണുന്ന പ്ലസ് ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഐറ്റത്തിൻ്റെ ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ കമ്പനി സെറ്റിംഗ്സിൽ സെറ്റ് ചെയ്തത് കമ്പനി മാസ്റ്ററിൽ നമുക്കിവിടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറ്റും. മലയാളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ലാംഗ്വേജ് കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റത്തിൻ്റെ പേര് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായി വരുന്നതാണ്. ഇത് അറബി, ഹിന്ദി അങ്ങനെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് മിനിമം സ്റ്റോക്കും മാക്സിമം സ്റ്റോക്കും. പ്രൊഡക്റ്റിന് മിനിമം സ്റ്റോക്ക്, മാക്സിമം സ്റ്റോക്ക്, പ്രീ ഓർഡർ ലെവൽ. മിനിമം സ്റ്റോക്ക് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം ക്വാണ്ടിറ്റി. മാക്സിമം സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളെ ഷോപ്പിൽ ഉണ്ടായിരിക്കേണ്ട മാക്സിമം അളവ് ക്വാണ്ടിറ്റി. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ ആയിട്ട് അറിയാൻ പറ്റും. പ്രീ ഓർഡർ ലെവൽ, മിനിമം ലെവൽ എത്തുന്നതിന് മുന്നേ നമുക്ക് രണ്ടാമത്തെ ഓർഡർ ചെയ്യേണ്ട ലെവലാണ് റീ ഓർഡർ ലെവൽ. പിന്നെ പ്രൊഡക്റ്റ് എക്സ്പയറി, നമുക്ക് എക്സ്പയറി ഉള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ടിക്കറ്റ് കൊടുക്കാം. തൊട്ടടുത്ത് തന്നെ എത്ര ദിവസമാണോ എക്സ്പയറി അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വാറണ്ടി, എത്ര ദിവസമാണോ വാറണ്ടി അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഐറ്റത്തിൻ്റെ റേറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. MRP, സെല്ലിംഗ് റേറ്റ്, റീറ്റെയിൽ, ഹോൾസെയിൽ, ബ്രാഞ്ച്, അങ്ങനെ 5 റേറ്റുകൾ നമുക്ക് ഐറ്റത്തിന് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൊഡക്റ്റ് വൈസ് കമ്മീഷൻ സെറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് ഡിഫോൾട്ടായിട്ട് പ്രൊഡക്റ്റ് വരുന്ന ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ലോഡിംഗ് ചാർജ്
അതർ ചാർജ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതർ ഡീറ്റെയിൽസിൽ വരുന്നത് നമുക്ക് അക്കൗണ്ട് എന്നാൽ ഇൻകം എക്സ്പെൻസ് ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അക്കൗണ്ട് സെറ്റ് ചെയ്ത് ഏത് ലെഡ്ജറിലേക്കാണോ അത് പോസ്റ്റ് ആവേണ്ടത് അക്കൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ കമ്മീഷൻ പെർസെൻറ്റേജ്, ബ്രാഞ്ച് നെയിം, ഇത് മൾട്ടിപ്പിൾ ബ്രാഞ്ചുകൾ ഉള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ചിൽ ഇത് എഫക്ട് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പാക്കിംഗ് ഡീറ്റെയിൽസിൽ വരുന്നത് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ്, ബെസ്റ്റ് ബിഫോർ, അതേപോലെ തന്നെ വെയിറ്റ് പെർ യൂണിറ്റ്, അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഫാക്റ്റുകൾ നമുക്കിവിടെ മൾട്ടിപ്പിൾ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് രജിസ്റ്റർ ആയി. ഇനി ആ നിലവിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് എടുത്ത് അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ എന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ബ്രാൻഡ് കോഡ് എടുത്ത് മൾട്ടിപ്പിൾ എന്ന് സെറ്റ് ചെയ്തു. ഇത്ര ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയ ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.